الله أكبر الله أكبر. എന്താ ലേറ്റായോ? ആ ലൈറ്റായാലും ഒരുക്കത്തിനൊരു കുറവുമില്ല. ഇല്ലടാ, അത് നമുക്ക് അടുത്ത മാസം റെഡിയാക്കാം. ഇന്ന് സബൂറാക്ക് ചെക്ക് കിട്ടിയ ഉടനെ അയച്ചു തരാം. പ്രശ്നമാക്കല്ല. ഇന്ന് സബൂറാക്കാം. ഞാൻ ലേശം തിരക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. ഓക്കെ. ആ ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ ഒരു പേപ്പർ വെച്ചല്ലോ, അത് കണ്ടില്ലല്ലോ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത പേപ്പർ ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇതല്ലേ? അതന്നെ അതന്നെ. ഇതൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ടാവില്ലേ? മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. ആ ആശിമില്ലേ വീട്ടിലേ? ഉണ്ട്. അവനെ ഇടക്കിടക്ക് വിളിച്ചു പറ, മോളെ നന്നായിട്ട് നോക്കാൻ പറ. ടെൻഷൻ അടിക്കണ്ട, എല്ലാം റെഡിയാവും. എടാ രാജേഷേ, ഇന്നലെ വന്ന അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയിലെല്ലാം മേലെ തന്നെ വെക്കിട്ടാ. കാരണം അത് മറിഞ്ഞു പോയിട്ടാണല്ലോ. നീ അത് നോക്കിയാട്ടാ. പുതിയ കിട്ടിയ ഇന്നലത്തെ? പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കണേ, ക്ലിയർ ആയിട്ട്. ഇന്നലെ വന്നതാണേ. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. എന്റെ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് കേട്ടോ. രാജേഷേ, ഇന്നലെ വന്നൊരു ഓർഡർ ഉണ്ടായിരുന്നല്ലേ രാത്രിക്കത്തെ? അത് ഇന്നലെ തന്നെ കൊടുത്തല്ലോ. കൊടുത്താ? അപ്പൊ ബില്ലോ? ബില്ല് ക്യാഷ് ഷജീർ ഖാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടെ. ആ ഓക്കെ ഓക്കെ. ഞാനൊന്ന് ശ്രമിച്ചാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇത്ര ശ്രമിച്ചിട്ടും പറയുന്നൊരു നടക്കത് നമുക്ക് ട്രൈ ചെയ്യാം. നോക്കണം. തലതാളം തള്ളി ഹിമകളെന്തു ഭംഗി നെഞ്ചു കാന്തി അനരാമപുരം മുഖരാൻ ഭാഗ്യമേകുഭവതി എനിക്ക് വേണ്ട. അതെന്ത്? ഞാൻ അഴിക്കല്ല. പിന്നെ അവൾക്ക് വാക്ക് കൊടുത്താണ്. വാക്ക് കൊടുത്തത് പെണ്ണും പിള്ളക്ക് വാക്ക് കൊടുത്തത് കൊടുത്താ മാറ്റാവുന്ന ഒന്നേ ഉള്ളൂ. എന്താ വാക്ക്? നീ അടിയടാ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ മണിക്കൂറിനാണ് വാക്ക് കൊടുക്കണത്. അടിയടാ അടിയടാ അങ്ങോട്ട്.
പറഞ്ഞിരിക്കുന്നു ഇവിടെ വന്നിരുന്ന് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ വീണ്ടും കുടിച്ചോണ്ടിരിക്കുക. നിന്റെ ഫ്രണ്ട്സാണ് നീ അവമാനിക്കുന്നോ? എന്ത് ഫ്രണ്ട്സ്? ഞാൻ നല്ല ഡിസ്ചാർജ് ചെയ്തിട്ട് വന്ന മനുഷ്യ. ഇത് പോരാഞ്ഞിട്ട് വേറെ പുതിയത് കുറെ എണ്ണം പൊടി. എവിടെ പൊടി? ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല. പെണ്ണുമ്പോൾ അരിപ്പാവണി നീ നടന്നോ? ഇതിനെ മേലെ ഒരു മഴ കയറി തൂങ്ങണ. ഒരു പെൺകുട്ടി ഇവിടെ ഓർമ്മ വേണം. ഒരു പെൺകുട്ടി ഉള്ളത് മോള് നീ കരുതിരുന്നു. കരുതിരുന്നോളാം. പണി ഞാൻ തരും. ഞാൻ കാത്തിരുന്നോളാം, കുഴപ്പമില്ല. ഭാഗ്യമുള്ളൊരു ഭാര്യ നിന്റെ ചെന്നരിക്കുട്ടി ആയിട്ടല്ലോ. അല്ലടി നീ ഒരു പ്രത്യേക മൊഞ്ചൊക്കെ വന്നേക്കണേ. കാണുമില്ലല്ലോ, ഏതുനേരം കുടിച്ചോണ്ടിരിക്കുന്നല്ലേ, എങ്ങനെ മൊഞ്ചൊക്കെ കാണുന്നേ? നല്ലത് പറയുമ്പോ കുത്തി കുത്തി പറയും. എന്റെ പൊന്നല്ലേ, എന്റെ കയ്യിൽ ആകെ ഒരു വളയുള്ളൂ. ഇതുമലേക്ക് നോക്കണ്ട. കൈ പറിച്ചിട്ട് ഭയങ്കര ഞാൻ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പൈസ ഇല്ല പറയുമ്പോ എന്താ രക്ഷ? എന്ത് പറ്റി മോളെ? മോളെ കണ്ണു തുറക്ക് പൊന്നെ. മോളെ മോളെ പൊന്നെ കണ്ണു മനുഷ്യ ഒന്ന് കണ്ണു തുറക്ക് മനുഷ്യ. മോളെ നോക്ക്, മോളെ നോക്ക്. ഒന്ന് പോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പൊന്നെ ഒന്ന് കണ്ണു തുറക്ക് മോളെ, ഒന്ന് തുറക്ക്. ഉമ്മനെ നോക്ക് പൊന്നെ, ഉമ്മനെ നോക്ക്. നോക്ക് കുഞ്ഞിനെ നോക്ക്. ചെയ്യല്ലോ എന്റെ പൊന്നിന്. വേഗം വരില്ലേ? എന്തിനാണ് ഇങ്ങനെ കുടിച്ചു ചാവുന്നത്? ചെറുപ്രായല്ലേ, ഓളം ഓർക്കണ്ടേ? എന്റെ മോളുടെ മുഖം പോലും ഓർത്തുകൂടെ എനിക്ക്? അവൾക്ക് വേണമെങ്കിൽ നിന്നെ വിട്ടിട്ട് പോവാം, പക്ഷെ അവളത് ചെയ്യില്ല. നിനക്കില്ലാത്ത ഒരു സ്നേഹം അവൾക്കുണ്ട് നിന്നോട്. ബഷീറെ, എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താന്നറിയാം? മനസ്സിലാക്കണ്ടേ എൻ്റെ മോളെ വിധി, അല്ലാതെ എന്താ പറയാ? എവിടെ പോയിരുന്നെ? നിങ്ങൾ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്റെ മോളെ? ഞാൻ വരുമ്പോ എന്താ കണ്ടത്? എന്റെ മോള് നിറയെ പതിയായിട്ട് കിടക്കുന്നു. കുറച്ച് സമയം ഞാൻ വയ്ക്കുന്ന മരം വിരിച്ചിട്ടുണ്ടാവുന്നു. കുടിച്ച് കുടിച്ച് കിടന്നോളൂ. ഞാൻ നിങ്ങളെ സഹിച്ചിട്ട് നിൽക്കുന്നതേ നിങ്ങളത് മനസ്സിലാകത്തുള്ളതുകൊണ്ടാ. അതും മറക്കണ്ട നിങ്ങള്.
നല്ല ചാൻസാ. നസിയ, മോൾക്ക് വയ്യാണ്ടായ വയ്യാണ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറവുണ്ട്. ഹോസ്പിറ്റലില് പൈസക്ക് ഒരുപാടായി കാണൂലേ? അതൊന്നുമില്ല. ഹാഷിം ഇപ്പോഴും നല്ല കുടിയാ? ആരറിഞ്ഞു? അല്ല, അതൊക്കെ ഞാൻ അറിഞ്ഞു. നീ എങ്ങനെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്? പിന്നെ എന്ന് തുടങ്ങിയതാ നീ കുടുംബത്തിന്റെ ഭാരം ചുമന്ന് അവനെ നോക്കി കുട്ടികളെ നോക്കി ഇങ്ങനെ നടക്കുന്നത്? എങ്ങനെ സാധിക്കുന്നു? അങ്ങനെ സമ്മതിച്ചു തരണട്ടാ. രാജേഷ്, ജോലിന്റെ എന്തായി ഭാര്യന്റെ? ജോലിന്റെ നോക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. അങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? കുഴപ്പമില്ല. അപ്പൊ പൈസ എന്ത് ചെയ്യാ? എനിക്ക് കൊടുക്കണ്ട, അവിടെ വെച്ചോ, ആവശ്യം വരുമല്ലോ. അവള് ജീവിതം ഒരുപാട് പഠിച്ചോളാം. നീ ഞാൻ അല്ല അങ്ങനല്ല, ഇതൊക്കെ ഉണ്ടാവും സാധാരണ. നമുക്കറിയാം. രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എൻ്റെ കാര്യങ്ങൾ. വിട്ടേക്കടാ, അവള് ജീവിതം ഒരുപാട് പഠിച്ചതാ. നീ നിന്റെ ജോലി പോയി നോക്ക്. അല്ല, നമ്മള് ഒരു സഹായം എന്നുള്ള രൂപത്തിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ല, ജോലി എടുക്ക്. ഓക്കെ, മൂഡ് മാറ്റല്ലേ. ഹലോ, ശരിയല്ല. ഹലോ, നീ ഒന്ന് തന്നെ എന്താടാ കൈ പറിക്കണം? കൈ പറിച്ചിട്ടുള്ള പൈസ എനിക്ക് വയ്യടാ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോളാം. ബാക്കിയുള്ള കൂടി എത്താൻ കടി. അയ്യോ, ആരറിയാ? ആഷിമ ദേ ഞാനെന്തല്ല മിച്ചും പേര് എന്താ ഒരു കാര്യമുണ്ട്. എന്തേ? അവന്റെ പെണ്ണുമ്പുള്ളുണ്ടല്ലോ, അവളെനിക്ക് പണ്ടേ ഒരു കണ്ണുള്ള. ആരെ? ആശയമില്ല. ഒരു ദിവസം അവള് കുളി കഴിഞ്ഞ് വരുമ്പോഴുള്ള സീന് അന്നേ മനസ്സിൽ കയറിയതാ. എന്നിട്ട് ബാക്കി പറ. അവളാണെ നമ്മക്കിട്ട് പണിയുകയും ചെയ്തു. കൊടുക്കണ്ടേ? ഹലോ, ഓനറിയാ നീ മോന്തിയിട്ട് വിട്ടോ. അതിൻ്റെ ഇടക്ക് ഓനൊരു ബംഗാളിയാ. അങ്ങോട്ട് തിരിഞ്ഞാണെന്നേ. തന്നോടൊന്നും ഒരു ദാക്ഷിണ്യമില്ല. സിസ്റ്റർ എങ്ങനെയുണ്ട്? BP ഒക്കെ ഹൈ ആണല്ലോ.
പൾസ് നോർമലാണ്. ഹാഷ്മേ എങ്ങനെയുണ്ടോ? അല്ലേലും തന്നോട് എത്ര തവണ പറഞ്ഞ ഈ കൂടിയൊന്ന് നിർത്താൻ? താൻ തന്റെ വൈഫിന്റെ മോളുടെ മുഖം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത്രേ നാളും പിന്നാലെ നടന്ന് കുടിപ്പിച്ചവരൊക്കെ ഇപ്പൊ എവിടെ? അവസാനം എല്ലാം അവളുടെ തലേന്നെ ആയില്ലേ? അവൾ ഇനിയും സഹിക്കും. കാരണം മറ്റുള്ളവര് തരാത്തൊരു സാധനം അവള് നിനക്ക് തരുന്നുണ്ട്, റെസ്പെക്ട്. ഇനിയെങ്കിലും ഒന്ന് നന്നാവാ നോക്കടോ. ഞാൻ നിർത്തില്ല, ഇനി ഞാൻ കുടിക്കില്ല. ഇത് എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു? ഇത് ആദ്യമായിട്ടാണോ? കേട്ട് കേട്ട് എൻ്റെ മദ്യം മോളാണ്. മോളൊക്കെ വെച്ചിട്ട് ഇടണ്ട. അല്ലേ എന്നാണ് ഞാൻ കുടിക്കില്ല, ഞാൻ നിർത്തി. ഇപ്പൊ ആരുണ്ട്? ആരുമില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്ക്. ഇത് നമ്മളെ ഉണ്ടാവുള്ളൂ. നമുക്ക് ചുറ്റുമുണ്ട് ഇതുപോലുള്ള കുടുംബങ്ങൾ. അതെ, മദ്യവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസം നശിപ്പിക്കുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മാനസികമായി തളർത്തുന്നു, അക്രമത്തിനും അവഗണനയ്ക്കും കാരണമാകുന്നു. ഇത് വഴക്കുകൾ, വേർപിരിയൽ തുടങ്ങി കുട്ടികളുടെ മാനസികാരോഗ്യത്തെ വരെ ബാധിക്കുന്നു. മദ്യവും മയക്കുമരുന്നും വ്യക്തിയുടെ സർഗാത്മകതയും സാമൂഹിക ബന്ധങ്ങളും നശിപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും ഇല്ലാതാക്കുന്നു. ചെറിയൊരു സുഖത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ മറക്കരുത്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്.